ഉലക നന്മയുതകുമീ യഥാർത്ഥ രാജ്യനിർമ്മിതി കൈതമുഴങ്ങും UDF പടഹകാഹളം രുധിരരൂക്ഷിതങ്ങളായ സമരപ്രഹസനങ്ങളിൽ ഭദ്രമായ ജീവിതത്തിൻ മഹിത ദർശനം കാലിക പ്രസക്തമായ സഹജ സ്നേഹം കൊണ്ട് നമ്മൾ അതിജയിക്കും കൊലവിളിക്കും ഇടതുപക്ഷ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ 23 പഞ്ചായത്ത് അംഗങ്ങളുള്ളതിൽ അതിലെ 1ഉം 2ഉം വാർഡിലെ പഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ വാഗ്ദാന ലംഘനത്തിനെതിരെയാണ് UDF പോഞ്ഞാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലെയുള്ള ഒരു പദയാത്ര വാഗ്ദാന ലംഘനത്തിനെതിരെയുള്ള ഒരു പദയാത്ര നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വഞ്ചിച്ച് സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി മറ്റൊരു പാർട്ടിയിൽ പോയി മത്സരിച്ച ഇന്നത്തെ 2ാം വാർഡിലെ ജനപ്രതിനിധി അന്ന് ജനങ്ങൾക്കായി നൽകിയ ഒട്ടേറെ വാഗ്ദാനങ്ങൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു ജനപ്രതിനിധി സ്ഥാനാർത്ഥിക്ക് നൽകാവുന്നതിലപ്പുറം ഇവിടെ UDF പുറത്തിറക്കിയ നോട്ടീസിൽ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഒഴികെ ഈ വാർഡിനകത്ത് നിരവധിയായ വാഗ്ദാനങ്ങളാണ് ഈ പഞ്ചായത്ത് ജനപ്രതിനിധി അന്ന് നൽകിയത്. കഴിഞ്ഞ 4.25 വർഷക്കാലമായി അതിനകത്തുള്ള ഒരു വാഗ്ദാനവും ഈ ജനപ്രതിനിധിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. UDFിന്റെ ആവശ്യം സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ച് നടപ്പിലാക്കി പറ്റിച്ച ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഈ പഞ്ചായത്ത് മെമ്പർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDFിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ ഒരു പദയാത്ര നടത്താനുണ്ടായ സാഹചര്യം. ആ വാഗ്ദാന ലംഘനത്തിനെതിരെ നടത്തുന്ന ഈ പദയാത്ര ഇന്നും നാളെയുമാണ് 1, 2, 3, 4 വാർഡുകളിലൂടെ കടന്നു പോകുന്നത്. ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പരാജയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ CPMന്റെ ഒത്താശയോടുകൂടി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ വാർഡുകളിലൂടെ കടന്നു പോകുന്ന വാഹന പ്രചരണ ജാഥയും ചില വ്യക്തിഹത്യകളും തണ്ടേക്കാട്ടിൽ ചില വ്യക്തിഹത്യകളും നടത്താനിടയ സാഹചര്യം ഞങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും കഴിഞ്ഞ 15 വർഷക്കാലമായി വെങ്ങോല ഗ്രാമപഞ്ചായത്ത് ഭരിക്കുമ്പോൾ ഈ 1ാം വാർഡിലും 2ാം വാർഡിലും ഞങ്ങളുടെ മുൻഗാമികളും ഇന്നുള്ള ഞങ്ങളുടെ നേതാക്കന്മാരും നടത്തിയ വികസന പ്രവർത്തനത്തിന് അപ്പുറമൊന്നും 1-2 വാർഡുകളിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 25 ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ പഞ്ചായത്ത് മെമ്പർക്ക് പദ്ധതി വിഹിതത്തിൽ കൊടുത്തിട്ട് പോലും അതിൽ 400 മീറ്റർ റോഡ് മാത്രം കട്ടപിരിക്കാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പറാണ് 2ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെല്ലുവിളിച്ച് പറയുന്നു, രേഖകൾ വെച്ച് പറയുന്നു, ഈ മെമ്പർ ബാക്കിയുള്ള മുഴുവൻ പണവും സ്പിൽ ഓവറായി അടുത്ത വർഷ പദ്ധതിയിലേക്ക് മാറ്റപ്പെടേണ്ട പഞ്ചായത്തിന് പദ്ധതി വിഹിതത്തിലെ അടുത്ത വർഷത്തെ പദ്ധതിയിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയാണ് ഈ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പഞ്ചായത്ത് മെമ്പർ നിങ്ങളോട് പറഞ്ഞല്ലോ, ഡയാലിസിസ് സെന്റർ, ഒരു രോഗിയെങ്കിലും ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഈ പഞ്ചായത്ത് മെമ്പർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഒന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞ സമയക്കുറവുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഇവിടെ ശ്രീ അനിൽ ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പറായിരുന്ന സന്ദർഭത്തിൽ നമുക്കിവിടെ അംഗൻവാടിക്ക് എലവൻകുടി അംശക്കഥ എന്ന സ്ഥലത്ത് അംഗൻവാടി പണിയാൻ അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് അംഗൻവാടി പണിയാൻ കഴിഞ്ഞു. ഇവിടെ വേറെ ഈ പഞ്ചായത്ത് മെമ്പർ ഫിജിക്കാത്ത് എന്ന ബിസിനസ് സ്ഥാപനത്തിന്റെ പുറകെയാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. ഞങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പോഞ്ഞാശ്ശേരിയിലും തണ്ടേക്കാടിലും അസത്യ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അപ്പുറത്ത് അല്ലപ്പുറയിൽ 1 കോടി രൂപ മുടക്കി MLA ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ കുറിച്ച് സമരങ്ങളുമായി ഇന്നലെ CPM നേതാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഈ അസത്യ പ്രചരണങ്ങൾക്കെതിരെ, സത്യവിരുദ്ധമായ പ്രസ്താവനകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധ സൂചകമായാണ് ഈ പദയാത്ര നടത്തുന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CPMന്റെ നേതൃത്വത്തിൽ ഒരു ബൈക്ക് റാലിയും അതിന് സമാപനം കുറിച്ചുകൊണ്ട്
തണ്ടേക്കാട് തക്കുവ ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ സമ്മേളനവും നടത്തുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രചരണം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയും അതിന്റെ പ്രവർത്തകരും അതിന്റെ നേതാക്കളുമെല്ലാം ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും എതിരായി നിൽക്കുന്നു എന്ന് ആണ് അവരുടെ വലിയ പ്രചരണം. UDF വികസന വിരോധികളും CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വികസന കാക്ഷികളുമാണ്. ഏത് പരിപാടികൾ കൊണ്ടുവന്നാലും അതിനെല്ലാം എതിർ നിൽക്കുന്ന ഒരു സമീപനമാണ് ഐക്യജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നതെന്നാണ് അവരുടെ ഒരു വലിയ വാദം. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും വികസനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ആരുടെ കാലഘട്ടങ്ങളിലാണ് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ആ നടപ്പാക്കുന്ന പദ്ധതി അനുഭവിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത്. അല്ലാതെ വാഗ്ദാനങ്ങളല്ല. വാഗ്ദാനങ്ങൾ പറയാനുള്ളതല്ല, അത് പാലിക്കാനുള്ളതാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നമ്മുടെ വാർഡ് മെമ്പറും നമ്മുടെ തൊട്ടടുത്ത വാർഡ് മെമ്പറും അടക്കമുള്ള ജനപ്രതിനിധികൾ ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് അന്ന് അവർ ജനങ്ങളെ സമീപിച്ചതും ജനങ്ങൾ അത് പ്രതീക്ഷിച്ചാണ് അവർക്ക് വോട്ട് നൽകിയത്. ആ നൽകിയ വാഗ്ദാനങ്ങൾ പഞ്ചായത്തിന്റെ കാലാവധി കഴിയാൻ മാസങ്ങൾ മാത്രം ബാക്കി നൽകി എത്രമാത്രം നടപ്പാക്കിയത് ഒരു പുനഃപരിശോധന നടത്തുന്നത് ഏതായാലും നന്നായിരിക്കും. ഈ പദയാത്രയിൽ നമ്മൾ അതുകൂടി ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ നടത്തിയ പ്രചരണങ്ങൾ അവർ പറഞ്ഞത് പോഞ്ചാശ്ശേരിയിൽ MH കവലയിലും തണ്ടേക്കാടിനും ഇടയ്ക്കായി സ്ഥിതി ചെയ്യുന്ന ഹോമിയോ ആശുപത്രി, ആ ഹോമിയോ ആശുപത്രി നമ്മുടെ 2ാം വാർഡ് മെമ്പർ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരിൽ ഓഫർ ചെയ്തിരിക്കുന്ന 6 സെന്റ് സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് ഈ നാട്ടിലെ വെങ്ങോലയിലെ പോഞ്ചാശ്ശേരിയിലെ തണ്ടേക്കാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യജനാധിപത്യ മുന്നണിയും എതിരാണെന്നുള്ളതാണ് ഇവരാണ് പറഞ്ഞത്. ഇതിന്റെ വസ്തുത എന്താണെന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ അറിയിക്കുന്ന ഒരു വലിയ ബാധ്യത ജനപക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ 40 വർഷക്കാലം മുമ്പാണ് പോഞ്ഞാശ്ശേരിയിൽ ഇങ്ങനെ ഒരു ഹോമിയോ ആശുപത്രി ആരംഭിക്കുന്നത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബംഗാളിയുടെ വികസന നായകനായ ശ്രീ M. മെഹ്റാൻ ബംഗാളിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഹോമിയോ ആശുപത്രി നമുക്കിവിടെ അനുവദിച്ചു കിട്ടുന്നത്. അന്ന് ആ ഹോമിയോ ആശുപത്രി താൽക്കാലികമായി സ്ഥലമില്ലാത്തതിന്റെ പേരിൽ വാടക കെട്ടിടത്തിലാണ് ആ ഹോമിയോ ആശുപത്രി അന്ന് ആരംഭിക്കുന്നത്. അതിനുശേഷം ശ്രീ PS ഉമ്മർ പഞ്ചായത്ത് പ്രസിഡന്റായി വന്ന കാലഘട്ടത്തിൽ തണ്ടേക്കാട്ടിൽ പഞ്ചായത്തിന്റെ പേരിൽ സ്ഥാപിതമായ കെട്ടിടത്തിൽ അതിന്റെ മുകളിലത്തെ നിലയിലാണ് ഇപ്പോഴും ആ ഹോമിയോ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് ആ ഹോമിയോ ആശുപത്രി മാറ്റുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന്റെ സ്ഥലം, പഞ്ചായത്തിന്റെ കെട്ടിടം, ആ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്ത് അതിവിശാലമായ സൗകര്യമുള്ള ഒരു സൗകര്യം നിലനിൽക്കും. പോഞ്ഞാശ്ശേരി ജാമ്യ ജംഗ്ഷൻ മുതൽ ഏതാണ്ട് നെടുങ്കോട് വരെയുള്ള ഏതാണ്ട് 4-5 വാർഡുകളിലെ ആളുകൾക്ക് മുഴുവൻ പ്രയോജനപ്പെടുന്ന ഒരു ഹോമിയോ ആശുപത്രി വെട്ടിക്കാട്ടുകാട് വാർഡ് എന്ന് പറയുന്ന ഒരു ഉൾപ്രദേശത്തേക്ക് ആ വാർഡിലെ മാത്രം ഏതാനും ചില ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളുടെ നിലപാടിനെതിരെയാണ്. നമ്മളുടെ നിലപാടെന്ന് പറയുന്നത് ബംഗോല പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഉടമസ്ഥതയിലുള്ള ആ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്തേക്ക് അത് മാറ്റി സ്ഥാപിക്കാം. എന്താണ് അതിന് തടസ്സം? അതിന് തടസ്സം ഒന്നേ ഉള്ളൂ. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ PS ഉമ്മർ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ പേരിൽ നാമമാത്രമായ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഞങ്ങൾ പറയുന്നു, എന്ത് വില കൊടുത്തു, എന്ത് നിയമ നടപടികൾ സ്വീകരിച്ചും അവരെ അവിടെ ഒഴിപ്പിച്ച് ആ ഹോമിയോ ആശുപത്രി അവിടെ സ്ഥാപിക്കുന്നത് വരെ നിരന്തരമായ സമര പരിപാടികളുമായി UDF മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2ാം വാർഡിലെ മെമ്പർ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരിൽ പഞ്ചായത്തിന് 6 സെന്റ് സ്ഥലം കൊടുക്കുന്നതിന് നമ്മളെതിരല്ല. പക്ഷേ ഇങ്ങനെ ഹോമിയോ ആശുപത്രി അവിടെ തുടങ്ങുന്നതിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗീകാരം കൊടുക്കുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെയും അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള സ്വാധീനത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മിനിറ്റ്സിൽ തിരിമറി നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. അതിനെതിരായി
പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രമേയം പാസാക്കുകയും മിനിറ്റ്സ് തിരുത്തി മാറ്റുകയും ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും അവിടെ ഈ പറയുന്ന 6 സെന്റ് സ്ഥലത്ത് ഹോമിയോ ആശുപത്രി സ്ഥാപിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള ഭരണസമിതി യാതൊരു രീതിയിലുള്ള അനുവാദവും കൊടുത്തിട്ടില്ല. അവിടെ മറ്റെന്തെല്ലാം സ്ഥാപനങ്ങൾ തുടങ്ങാം. ബഹുമാനപ്പെട്ട മെമ്പർ കൊടുത്ത വാഗ്ദാനങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഒട്ടേറെ വാഗ്ദാനങ്ങൾ കൊടുക്കും. അതിലേതെങ്കിലും ഒരു വാഗ്ദാനം അദ്ദേഹത്തിന്റെ പിതാവിന്റെയും മാതാവിന്റെയും സ്ഥലത്ത് ഓഫർ ചെയ്തുള്ള സ്ഥലത്ത് തുടങ്ങിക്കൊണ്ട് നമുക്ക് എന്താ വിരോധം? നമ്മൾ ഈ രാജ്യത്തുള്ള വികസനങ്ങൾക്കൊന്നും വിരോധികളല്ല, അതിന് തടസ്സവുമല്ല. വികസനത്തിന് എതിരെ നിന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉമാണ്. സുബൈറിന് ചേർന്നിരിക്കുന്നത് അവരുടെ കൂടെയാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും ഈ സമര പരിപാടി ഒരു പദയാത്രയോട് കൂടി അവസാനിക്കുന്നില്ല. ഈ പദയാത്ര കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമര പരിപാടികൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പഞ്ചായത്തിലെ വികസന പദ്ധതികളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഏതാണ്ട് 1 കോടിയോളം രൂപ ഓരോ പഞ്ചായത്ത് വാർഡ് മെമ്പർമാർക്കും കൊടുത്തിട്ട് എത്രമാത്രം നമ്മുടെ വാർഡുകളിൽ ചെലവാക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 1-ാം വാർഡിലെ ഗ്രാമസഭയിൽ ഏതാണ്ട് ഒട്ടുമിക്ക ഗ്രാമസഭയിലും ഞാൻ പങ്കെടുക്കുന്നതാണ്. ഈ പഞ്ചായത്തിന്റെ കാലാവധി തുടങ്ങിയ അന്ന് മുതൽ നാളിൽ വരെ ഈ പഞ്ചായത്തിലെ കാലാവധി തീരുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. ആ അവസാനത്തെ ഗ്രാമസഭ അവസാനിക്കുമ്പോഴും ഞാൻ ആദ്യം ആവശ്യപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ ഈ വാർഡിൽ അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഖേദത്തോടെ തന്നെ ഇവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 10-35 കൊല്ലമായി നമ്മുടെ റോഡിന്റെ സൈഡിലുള്ള കാടത്തോടുകൾ കാലഘട്ടപ്പെട്ട് കിടക്കുകയാണ്. ഏത് പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി അതൊന്നും നന്നാക്കണമെന്ന് പറഞ്ഞിട്ട് അത് നന്നാക്കിയില്ല എന്ന് മാത്രമല്ല, അതിനകത്ത് അടിച്ചുകൂടിയ ചെടികളൊന്നും വാരി മാറ്റാൻ പോലും അതിനുവേണ്ടി ഒരു നടപടി സ്വീകരിക്കാൻ പോലും നമ്മുടെ പഞ്ചായത്ത് മെമ്പർക്ക് കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട VH സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ മറ്റു പല ബിസിനസ്സിലുമാണ്, അതെന്തുമാകട്ടെ. പക്ഷെ പഞ്ചായത്തിൽ അനുവദിക്കുന്ന പൈസ കൃത്യമായി വിനിയോഗിക്കാതെ അവർക്ക് നിലവിൽ സംസ്ഥാനത്ത് ഭരണമുണ്ട്. സംസ്ഥാന ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ വാർഡിലാണ് താമസിക്കുന്നത്. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ പോഞ്ഞാശ്ശേരി വാർഡും വെട്ടിക്കാട്ട് വാർഡും അന്ന് വാർഡും വികസന മുരടിപ്പിന്റെ നാളുകളാണ് കടന്നുപോയത്. തീർച്ചയായും നമുക്ക് നല്ലൊരു കാലത്തേക്ക് തിരിച്ചു വരണം എന്ന് നമ്മുടെ ഈ വാർഡിലെ കഴിഞ്ഞ ഈ ചമ്പാരത്ത് വെട്ടിക്കാട്ട് എന്ന ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഈ സ്കൂളുകൾക്കും ഈ പള്ളിയിലേക്കും സ്കൂളിലേക്കൊക്കെ വരാൻ കുട്ടികൾക്ക് വരാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി ഈ ചമ്പാരത്ത് നിന്ന് മേച്ചേരി മറ്റം റോഡ്, അതായത് ഈ ചമ്പാരത്ത് നിന്നിനെ വെട്ടിക്കാട്ട് നിന്നെ നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു റോഡിന് കഴിഞ്ഞ ടേമിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീമതി ജോളി ബേബിയെ കൊണ്ട് ഞങ്ങളെല്ലാം മുൻകൈയെടുത്ത് മുൻ പഞ്ചായത്ത് മെമ്പർ മുൻകൈയെടുത്ത് കൊണ്ടുവന്ന 23 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി. ആ പദ്ധതി പുതിയ മെമ്പർ വന്നതിന് ശേഷം ആ പദ്ധതി ഒരു പാതി വഴിയിലിട്ട് തുടങ്ങിയേക്കുന്ന അവസ്ഥ ഈ വാർഡിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് ഒരു തുമ്പ് മുമ്പോട്ട് പോകാൻ, ഒരു ഇഞ്ച് മുമ്പോട്ട് പോകുവാൻ ഈ മെമ്പറെ കൊണ്ട് സാധിച്ചിട്ടില്ല. തന്നെയല്ല ആ പദ്ധതിയുടെ ഒരു പുതിയ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ നമ്മുടെ ഈ വാർഡിലുണ്ടായിട്ടും ഒരു വിഹിതം ഒരു പുതിയ പദ്ധതി അല്ലെങ്കിൽ ഒരു പണം അനുവദിപ്പിക്കാൻ ഈ മെമ്പറെ കൊണ്ട് സാധിച്ചിട്ടില്ല. ആ പദ്ധതി പാതി വഴിയിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ഈ മെമ്പറെ കൊണ്ട് ഒരു പുതിയ പദ്ധതി പോലും നമ്മുടെ വാർഡിലേക്ക് അനുവദിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരിപാടി ഒരിക്കൽ പോലും നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ നമ്മളെ കൊണ്ട് ഇത് നടത്തിക്കാൻ വേണ്ടി മാത്രം ചില ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടിയ ആ പരിപാടികൾക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ മുമ്പ് അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ UDF-ന്റെ നേതാക്കളും ആളുകളും ഇവിടുത്തെ കോൺഗ്രസിന്റെ ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് ഇവിടുത്തെ വികസന മുരടിപ്പിന് നിന്നുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വ്യാജ പ്രചരണം നടത്തിയതിനെതിരെ അതിനെതിരെ എന്താണ് സംഭവിച്ചത് എന്നുള്ള സത്യം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ നടത്തുന്നത്. ഈ പരിപാടിയെക്കുറിച്ച് ഇവിടെ അവർ പറഞ്ഞ അതിനുള്ള മറുപടിയെ കുറിച്ചൊക്കെ ഇവിടെ മുൻപ് പ്രസംഗിച്ച ആളുകളെല്ലാം വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ LDF-നെ സംബന്ധിച്ച് അവർ ഭയങ്കര ഭയപ്പാടിലാണ്. അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അവർ 3-ാം സ്ഥാനത്തേക്ക് പോയി. നമുക്കറിയാം അവർക്ക് ഇന്ന് 6 മെമ്പർമാരാണുള്ളത്. ഈ 6 മെമ്പർമാരും പോലും അവരുടെ ആളുകളല്ല എന്നുള്ള ഒരു ഭയപ്പാട് അവർക്കുണ്ട്. കാരണം കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDF-ൽ നിന്നും ആരെങ്കിലും പിണങ്ങി പോകുന്നുണ്ടെങ്കിൽ അവരെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി സ്ഥാനാർത്ഥിയായി നിർത്തി ജയിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ LDF-നുള്ളത്.
കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം നമ്മുടെ ഈ ഇവിടെ അടുത്ത വാർഡായ 2ാം വാർഡിലെ മെമ്പർ AM സുബൈർ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിച്ചു വന്നിരുന്ന അദ്ദേഹം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ അദ്ദേഹത്തിന് ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആ സീറ്റ് കൊടുക്കാതിരുന്നതിന്റെ പേരിൽ അദ്ദേഹം ഒന്ന് പിണങ്ങി നിന്നപ്പോൾ തന്നെ അപ്പോഴത്തേക്കും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അപ്പോഴത്തേക്കും മത്സരിപ്പിച്ച് സ്ഥാനാർത്ഥിയാക്കേണ്ട ഗതികേട് ഇവർക്ക് വന്നു. അതുപോലെ 23ാം വാർഡ് ചുണ്ടമലപ്പുറം വാർഡിൽ അവിടെ മത്സരിച്ച് ജയിച്ച ബേസിൽ കുര്യാക്കോസ് എന്ന് പറയുന്ന അവിടുത്തെ മെമ്പർ നമ്മുടെ കോൺഗ്രസിനോടൊപ്പം നിന്ന് ഇതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മാറിപ്പോയപ്പോൾ കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അവിടെ മെമ്പറാക്കിയെടുത്തതാണ്. അതുപോലെ നമ്മുടെ 20ാം വാർഡിലെ KE കുഞ്ഞുമുഹമ്മദ് വളരെ കാലം നമ്മളോടൊപ്പം പ്രവർത്തിക്കുകയും കോൺഗ്രസിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ആ KE കുഞ്ഞുമുഹമ്മദിനെയും കൊണ്ടുപോയി അവര് അപ്പുറത്ത് നിർത്തി വിജയിപ്പിച്ച് എടുക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ആളുകളെ കൊണ്ടുപോയി മത്സരിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ പല മെമ്പർമാരെയും അവർ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് സീറ്റ് തരാം, നിങ്ങളെ വിജയിപ്പിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണവുമായി അവർ മുന്നോട്ട് പോകുന്നു. അത് അവരുടെ ഗതികേട് എന്നേ പറയാനുള്ളൂ. പിന്നെ ഇവിടെ നടന്ന സംഭവം നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം ഇനി അത് നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. വളരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല പഞ്ചായത്ത് കമ്മിറ്റികളും സ്തംഭിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇവിടുത്തെ LDF-ന്റെ 6 മെമ്പർമാര് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കോൺഗ്രസിനെതിരെയും UDF-നെതിരെയും ഇല്ലാത്ത പ്രചരണങ്ങൾ അയച്ചുവിട്ടുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി നിങ്ങൾ ഇനിയെങ്കിലും നിർത്തിവെക്കണം. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ ഇലക്ഷനെ നേരിട്ടുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. സമരപ്രഹസനങ്ങളിൽ ഭദ്രമായ ജീവിതത്തിൻ മഹിത ദർശനം കാലിക പ്രസക്തമായ സഹജ സ്നേഹം കൊണ്ട് നമ്മൾ അതിജയിക്കും കൊലവിളിക്കും ഇടതുപക്ഷ ദംശനം അടിമതാവളങ്ങളാക്കി ജനമനസ്സു വികലമാക്കും അധമപക്ഷ ഫാസിസം തകർത്തെറിയണം. സകല ജീവജാതികൾക്കും സഫല ജീവിതം തരാൻ സമരസപ്പെടാൻ വിളിക്കും നിങ്ങളെ. സമരമല്ല സമത സൗഹൃദങ്ങളേറ്റു വളരുവാൻ സമയമായി വന്നനുഗമിക്കൂ ഞങ്ങളെ. ചുടുനിണക്കണങ്ങൾ വിട്ടു ചടുലമൊന്നുയിർത്തെണീക്കു ചുറുചുറുപ്പുണർന്ന യൗവനങ്ങളെ. ചുടല നൃത്തമാടി നീജമരണമേകും പാത വിട്ടു ചുവടുവെക്കു ഭാരതത്തിൻ പൂക്കളെ. സമഗ്രത സമർപ്പണം സമർത്ഥമാം പ്രവർത്തനം സമുദ്ധരിച്ച ശക്തിശാലികൾക്കു ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവയ്ക്കൂ പുറത്ത് രാജിവയ്ക്കൂ പുറത്ത് രാജിവയ്ക്കൂ പുറത്ത് രാജിവയ്ക്കൂ പുറത്ത്. സൗഹൃദങ്ങളേറ്റു വളരുവാൻ സമയമായി വന്നനുഗമിക്കൂ ഞങ്ങളെ. ചുടുനിണക്കണങ്ങൾ വിട്ടു ചടുലമൊന്നുയിർത്തെണീക്കു ചുറുചുറുപ്പുണർന്ന യൗവനങ്ങളെ. ചുടല നൃത്തമാടി നീജമരണമേകും പാത വിട്ടു ചുവടുവെക്കു ഭാരതത്തിൻ പൂക്കളെ. സമഗ്രത സമർപ്പണം സമർത്ഥമാം പ്രവർത്തനം സമുദ്ധരിച്ച ശക്തിശാലികൾക്കു
തെക്കേക്കാട് ഭാഗത്ത് ഉൾപ്രദേശങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഈ പഞ്ചായത്ത് അംഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം 7 വർഷക്കാലം MH കവല പള്ളിയുടെ സർവീസ് സഹകരണ ബാങ്കിന്റെ പോഞ്ഞാശ്ശേരി ബ്രാഞ്ച് ഓഫീസുമായും അതിന്റെ മുകളിലുള്ള ഈ പോഞ്ഞാശ്ശേരി തണ്ടേക്കാട് പ്രദേശത്ത് ഇദ്ദേഹത്തിന്റെ കള്ളപ്രചരണങ്ങളും നുണപ്രചരണങ്ങളും ഒരു സമൂഹത്തിന് ചേരാത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഈ സാംസ്കാരിക വിരുദ്ധരെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ് UDF ഇത്തരത്തിലുള്ള പ്രതിഷേധ പദയാത്ര സംഘടിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിനെ കുറിച്ച് ഒട്ടേറെ ആക്ഷേപങ്ങൾ പറയാൻ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ പറയാൻ ഞാൻ പഠിച്ച സംസ്കാരം, എന്നെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സാംസ്കാരിക ധാർമ്മികതയ്ക്കും നിരക്കാത്ത പ്രവൃത്തികളെ കുറിച്ച് ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഹോമിയോ ആശുപത്രി തന്റെ കാര്യത്തിൽ നിലനിർത്തുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ ഈ സന്ദർഭം വിനിയോഗിച്ചു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് രക്തബന്ധമാണ് രാഷ്ട്രസേവനത്തിൻ ജീവനെന്നതോർക്കുവിൻ. രക്ഷയേകുമീ സമ്പൂർണ്ണ മൂവർണ്ണ കൊടി പിടിച്ചു രക്ഷിത പൂങ്കാവനത്തിൽ പാർക്കുവിൻ. ചുരുണ്ടുണങ്ങിയ വിലക്ഷണ കൈമുഷ്ടി മാറ്റി ഹായ് നിവർന്നൊരി യാതൊരുവിധ പദ്ധതിയും വാഗ്ദാനങ്ങൾ എന്നുള്ളത് അത് ലംഘിക്കാൻ വേണ്ടിയാണെന്ന് മാത്രമായി പൊതുപ്രവർത്തനത്തെ കൊണ്ടുപോകുന്ന ഈ ജനവഞ്ചകർക്കെതിരെ അതിശക്തമായ പദയാത്രയുമായി UDFന്റെ പോഞ്ഞാശ്ശേരി മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പദയാത്രയാണ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. ഇതൊരു സൂചനാ സമരമാണ്. ഇനി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെല്ലാം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ പ്രദേശവും അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ ആളുകളും ഈ ഐക്യജനാധിപത്യ മുന്നണിക്ക് കീഴിൽ അണിനിരക്കുമെന്ന് നന്മയാണ് വലതുപക്ഷമെന്നറിഞ്ഞു കലഹപക്ഷം ഇട്ടെറിഞ്ഞു കൺകളെ തുറക്കുവിൻ. വികല ബന്ധു നിയമനം പണക്കടത്തും കുഴൽ പണം തട്ടിപ്പിനെതിരെ പടഹമൂതിടുന്നു UDF. സിന്ദാബാദ്. ഇതുവഴിക്കു ഹിതമൊരുക്കും ധർമ്മവിപ്ലവം. UDF സിന്ദാബാദ്. ഇതുവഴിക്കു ഹിതമൊരുക്കും ധർമ്മവിപ്ലവം. ഉലക നന്മയുതകുമീ യഥാർത്ഥ രാജ്യനിർമ്മിതി കൈതമുഴങ്ങും UDFിൻ പടഹകാഹളം. രുതിരരൂക്ഷിതങ്ങളായ സമരപ്രഹസനങ്ങളില്ല ഭദ്രമായ ജീവിതത്തിൻ മഹിത ദർശനം. കാലിക പ്രസക്തമായ സഹജ സ്നേഹം കൊണ്ട് നമ്മൾ അതിജയിക്കും കൊലവിളി. ഇവിടെ മറ്റു വികസന പ്രവർത്തനങ്ങൾ നടന്നത് ശിവൻകവരി പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലഘട്ടത്തിലാണ്. ഇദ്ദേഹത്തിന്റെ 4.5 വർഷക്കാലം കൊണ്ട് എന്ത് വികസന പ്രവർത്തനമാണ് ഈ നാട്ടിൽ നടന്നതെന്നറിയാൻ ആഗ്രഹമുണ്ട്. ഇദ്ദേഹം രണ്ടാമതായി പറഞ്ഞു, ഈ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത ഡയാലിസിസ് യൂണിറ്റ് ഈ വാർഡിൽ തുടങ്ങുമെന്ന് പറഞ്ഞു. ഞങ്ങളും അന്ന് സന്തോഷിച്ചു. ഈ വാർഡ് വെങ്ങോല പഞ്ചായത്തിനകത്ത് ഇന്ന് ഒരേ ഒരു ഡയാലിസിസ് യൂണിറ്റ് ആണ് പ്രവർത്തിക്കുന്നത്. അത് അല്ലപ്രയിലുള്ള കൊയിലോണിയിലാണ് ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എവിടെയും ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയതായി ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ വെങ്ങോലയിലെ സാധാരണക്കാരായ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇദ്ദേഹം പറഞ്ഞു, പാലിയേറ്റീവ് ആൻഡ് കെയർ ഫിസിയോതെറാപ്പി യൂണിറ്റ്, ഫിസിയോതെറാപ്പി കൈകാലുകളൊക്കെ ഒടിഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി ഫിസിയോതെറാപ്പി യൂണിറ്റ് തുടങ്ങുമെന്ന് പറഞ്ഞു. എവിടെയാണ് സ്നേഹിത ഈ ഫിസിയോതെറാപ്പി യൂണിറ്റ്? ഇതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, തൊഴിലൂർ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സ്ത്രീകൾ സഹോദരിമാർക്ക് കുടുംബശ്രീ തൊഴിലുറപ്പ് കേന്ദ്രം തുടങ്ങുമെന്ന് പറഞ്ഞു. ഈ വാർഡിനകത്ത് എവിടെയെങ്കിലും എന്നെ കേൾക്കുന്ന ഈ കടകൾ നടത്തുന്ന സഹോദരന്മാരുൾപ്പെടെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു തൊഴിലുറപ്പ് കുടുംബശ്രീ തൊഴിലാളികൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു തൊഴിലുറപ്പ് കേന്ദ്രം ഇവിടെ തുടങ്ങിയിട്ടുണ്ടോ? ഒന്ന് ആത്മപരിശോധന നടത്തണം. മാത്രമല്ല, ഇവിടെ സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ജനസേവന കേന്ദ്രം തുടങ്ങുമെന്ന് പറഞ്ഞു. ഈ വാർഡിനകത്ത് നിലവിലുള്ള അക്ഷയ അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കമ്പ്യൂട്ടർ മാത്രം ഉപയോഗിച്ചൊരു പയ്യനെ ഇരുത്തി ഏതെങ്കിലും തരത്തിലുള്ള ജനസേവന പ്രവർത്തനങ്ങൾ ഇദ്ദേഹത്തിന് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് താങ്കൾ ശ്രീ AM സുബൈർ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ 2025-20 അദ്ദേഹം അച്ചടിച്ച് വിതരണം ചെയ്ത് LDFന്റെ പേരിൽ വിതരണം ചെയ്ത് ഈ പ്രദേശത്തുള്ള വീടുകളിൽ കൊടുത്ത കാര്യങ്ങളാണ്.
ഇദ്ദേഹം പറഞ്ഞ 15 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഇദ്ദേഹത്തിന് കഴിഞ്ഞ 4.25 വർഷക്കാലമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. തരിശുഭൂമിയിൽ കൃഷി ഇറക്കും, മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഈ വാർഡിൽ മാത്രമായി പ്ലാൻ സ്ഥാപിക്കും. പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ 20 വർഷക്കാലമായി നമ്മൾ ആലോചിക്കുന്നു മാലിന്യ നിർമ്മാർജ്ജനം, ഈ പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കഴിയാത്ത കാര്യമാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുമെന്ന് പറയുന്നത്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കും. എവിടെയാണ് സ്നേഹിത ഈ ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് ഈ വാഗ്ദാന ലംഘനം ഒന്നും, വാഗ്ദാനങ്ങൾ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കള്ളപ്രചരണവുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പ്രദേശത്തുള്ള നാട്ടുകാരെയാണ് നിങ്ങൾ വഞ്ചിച്ചിട്ടുള്ളത്. ആദ്യം നിങ്ങൾ വഞ്ചിച്ചു 30 വെള്ളിക്കാശിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തെ നിങ്ങൾ വഞ്ചിച്ചു. രണ്ടാമത് നിങ്ങൾ വഞ്ചിച്ചു ഈ പ്രദേശത്തെ നിങ്ങളുടെ നാട്ടുകാരെ നിങ്ങൾ വഞ്ചിച്ചു. നിങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ എവിടെയെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ വാഗ്ദാനങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ വാർഡിലെ സാധാരണ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അടുത്ത പ്രാവശ്യം അടുത്ത വാർഡിൽ ഇതുപോലെയുള്ള കള്ളപ്രചരണവും കള്ള വാഗ്ദാനങ്ങളുമായി നിങ്ങൾ രംഗത്ത് വരും. ഞാൻ പറയുന്നു, നിങ്ങളുടെ നേതാവായി, നിങ്ങൾ ഇടതുപക്ഷ പഞ്ചായത്ത് മെമ്പറായി ഒരു വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ നൽകിയിട്ടുള്ള 1.25 കോടി രൂപ ഉപയോഗിച്ച് ഈ വാർഡിനകത്ത് നടത്തിയിട്ടുള്ള ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. 2024-25 വർഷത്തെ സാമ്പത്തിക വർഷത്തെ പദ്ധതിയേതര പ്രവർത്തന ഫണ്ടുമായി നിങ്ങൾക്ക് ലഭിച്ച 25 കോടി രൂപയിൽ 25 ലക്ഷം രൂപയിൽ നിന്നും നിങ്ങൾ 4 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. 21 ലക്ഷം രൂപ ഈ പഞ്ചായത്തിൽ നിങ്ങൾ ലാപ്സാക്കി കളഞ്ഞു. അത് സ്പിൽ ഓവറായി അടുത്ത വർഷത്തെ പദ്ധതിയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. 1952 ഈ പഞ്ചായത്ത് രൂപപ്പെട്ടതിനു ശേഷം 73 കൊല്ലത്തിനിടയ്ക്ക് ഒരു പഞ്ചായത്ത് മെമ്പർമാർക്ക് ഉണ്ടാകാത്ത ആക്ഷേപമാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്. നിങ്ങൾ കള്ളപ്രചരണം നടത്തുന്നു, പഞ്ചായത്തിന് മിനിറ്റ്സ് തിരുത്തുന്നു. നിങ്ങൾ ഇല്ലാത്ത ആരോപണങ്ങളുമായി തങ്ങളുടെ പണത്തിന്റെ അഹങ്കാരം കൊണ്ട് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ 5 വർഷം ശ്രീ അനീസ ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയ വാർഡാണ്. ആ വാർഡിനകത്ത് 1 കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനം നടത്താൻ ആ പഞ്ചായത്ത് മെമ്പർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ജനപ്രതിനിധികൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് പദയാത്ര. അതിനാണ് ഈ പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ സൂചകമാണ്. 2ാം വാർഡിന്റെ ജനപ്രതിനിധി നിങ്ങൾ ഒരുപാട് ഉലക നന്മയുതകുമീ യഥാർത്ഥ രാജനിർമ്മിതി കൈതമുഴങ്ങും UDF പടഹകാഹളം. രുധിരരൂക്ഷിതങ്ങളായ സമരപ്രഹസനങ്ങളില്ല ഭദ്രമായ ജീവിതത്തിൻ മഹിത ദർശനം. കാലിക പ്രസക്തമായ സഹജ സ്നേഹം കൊണ്ട് നമ്മൾ അതിജയിക്കും. കൊലവിളിക്കും ഇടതുപക്ഷ ദംശനം. അടിമതാവളങ്ങളാക്കി ജനമനസ്സു വികലമാക്കും അധമപക്ഷ ഫാസിസം തകർത്തെറിയണം. UDF സിന്ദാബാദ്. ഇതുവഴിക്കു ഹിതമൊരുക്കും ധർമ്മ വിപ്ലവം. UDF സിന്ദാബാദ്. ഇതുവഴിക്കു ഹിതമൊരുക്കും ധർമ്മ വിപ്ലവം. സകല ജീവജാതികൾക്കും സഫല ജീവിതം തരാൻ മഹാരഥന്മാരായ പൂർവികർ കൊണ്ടുവന്ന് ഹോമിയോ ആശുപത്രി മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം വികസന നായകനാകാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ഈ പഞ്ചായത്തിന് വിട്ടുകൊടുത്തിട്ടുള്ള സ്ഥലത്ത് മറ്റെന്തെങ്കിലും ഒരു സ്ഥാപനം അദ്ദേഹം ഇവിടെ 10-20 വാഗ്ദാനങ്ങളുമായി രംഗത്ത് വന്ന ആ 20 വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന് തികച്ചും നിരുത്തരവാദിത്വപരമായി അദ്ദേഹത്തിന്റെ കഴിവുകേട് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഈ നാട്ടിലെ UDF നേതാക്കളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇതിലൂടെ വാഹന പ്രചരണ ജാഥയും അതുപോലെ തന്നെ പൊതുസമ്മേളനവും നടത്തി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിനെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ പ്രവർത്തകരെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. 2ാം വാർഡിന്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ സംവാദത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ സമയവും തീയതിയും സ്ഥലവും നിങ്ങൾ കുറിച്ചോളൂ. ഞങ്ങൾ അതിനു വേണ്ടി തയ്യാറാണ്.
ഇവിടുത്തെ 2ാം വാർഡിന്റെ വികസനവും അതുപോലെ സമീപ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ഒരു പരസ്യ സംവാദത്തിന് നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ എല്ലാ പ്രവർത്തകരും അതിൽ പങ്കെടുക്കുവാനും നിങ്ങളോട് സംവദിക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. തണ്ടേക്കാട് 3ാം വാർഡിൽ കഴിഞ്ഞ ടൈമിൽ പീരമത്താർ പഞ്ചായത്തിന്റെ പ്രതിനിധിയായി വന്ന കാലഘട്ടത്തിൽ 6 കോടി രൂപയോളം മുടക്കിയാണ് ഈ നാട്ടിലെ ജനോപകാരപ്രദമായ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. ഇവിടെ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹം വെറും പുത്തിരി തൂക്കി വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയല്ലാതെ ഈ നാട്ടിലെ ജനപ്രതിനിധി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ നാട്ടിലൊരു സാധാരണക്കാരന്, നിസ്സഹായന്, നിരാലംബന് ഒരു സഹായ സഹകരണങ്ങൾ കൊടുക്കാൻ ഇദ്ദേഹത്തിനൊക്കെ സാധിക്കുന്നുണ്ടോ? അന്ന് കഴിഞ്ഞ ദിവസം LDF നടത്തിയ ഒരു വിശദീകരണ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, LDFന്റെ 2ാം വാർഡ് ജനപ്രതിനിധി 4 പുതിയ റോഡ് ഉണ്ടാക്കിയെന്ന്. 4 പുതിയ റോഡ് 5 വർഷം കൊണ്ട് 4 പുതിയ റോഡാണ് അദ്ദേഹം ഉണ്ടാക്കിയെന്ന് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നടത്തുന്നത്. നിങ്ങളോട് ഈ അവസരത്തിൽ പറയുന്നു, കഴിഞ്ഞ 2015-20 കാലഘട്ടങ്ങളിൽ 3ാം വാർഡിൽ 42 പുതിയ റോഡാണ് ശ്രീ മുക്താറിന്റെ നേതൃത്വത്തിൽ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇവിടെ പുതിയ റോഡുകൾ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ 1ാം വാർഡിലും 2ാം വാർഡിലും 3ാം വാർഡിലും എല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങൾ നടന്നുവെങ്കിലും 1ാം വാർഡിലും 2ാം വാർഡിലും ഈ കാലഘട്ടത്തിൽ വളരെ ശുഷ്കമായ രീതിയിൽ തികച്ചും ജനങ്ങളുടെ മുന്നിൽ കരിവാരിത്തെറിക്കുന്ന തരത്തിലാണ് ഈ 1ഉം 2ഉം വാർഡിലെ ജനപ്രതിനിധികൾ മുന്നോട്ട് പോകുന്നത്. ഈ ജനപ്രതിനിധികളെ തെരുവിൽ ജനം ചോദ്യം ചെയ്യുമെന്ന കാലം അതിവിദൂരമല്ലെന്ന് ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് ഐക്യജനാധിപത്യ മുന്നണി പറയാൻ പോവുകയാണ്. ഈ ജാഥ ഒരു ഐതിഹാസികപരമായ ജാഥയാണ്. ഈ ജാഥ കൊണ്ട് നാളെ ഇനി വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ വെങ്ങോലയിലെ മുക്കിലും മൂലയിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തുടക്കം മാത്രമായി ഈ ജാഥ സമയമായി വന്നനുഗമിക്കു ഞങ്ങളെ, ചുടുനിണക്കണങ്ങൾ വിട്ടു ചടുലമൊന്നുയിർത്തെണീക്കു ചുറുചുറുപ്പുണർന്ന യൗവനങ്ങളെ, ചുടല നൃത്തമാടി നീജമരണമേകും പാത വിട്ടു ചുവടുവെക്കു ഭാരതത്തിൻ പൂക്കളെ, സമഗ്രത സമർപ്പണം സമർത്ഥമാം പ്രവർത്തനം സമുദ്ധരിച്ച ശക്തിശാലികൾക്കു വന്ദനം. ചെമ്പാരത്ത് നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദയാത്ര ഇന്ന് ആദ്യ ദിവസം ഇവിടെ സമാപിക്കുകയാണ്. ഇങ്ങനൊരു പദയാത്ര സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ എനിക്ക് മുന്നേ സംസാരിച്ച ആളുകൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഈ വെങ്കോലയുടെ എല്ലാ പ്രദേശങ്ങളിലും തന്നെ വികസനത്തിന്റെ മുഖമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത്. ഏത് പ്രദേശങ്ങളിൽ ചെന്നാലും ഐക്യജനാധിപത്യ മുന്നണി വെങ്കോലയിൽ ഭരിച്ച കാലഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വികസനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ഈ പദയാത്ര സംഘടിപ്പിക്കുന്നതിന് മുമ്പ് CPMന്റെ നേതൃത്വത്തിൽ ഒരു ബൈക്ക് റാലിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സമാപന സമ്മേളനവും ഈ തണ്ടേക്കാട്ടിൽ നടക്കുകയുണ്ടായി. അവർ ആ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, ഐക്യജനാധിപത്യ മുന്നണി 2ാം വാർഡ് മെമ്പർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വികസന പദ്ധതിക്ക് എതിര് നിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണാവോ അദ്ദേഹം നടപ്പാക്കുന്ന വികസന പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 40 വർഷക്കാലം മുമ്പ് ശ്രീ K കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ബംഗാളിയുടെ ജനനായകൻ ശ്രീ MM അവറാൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന കാലഘട്ടത്തിലാണ് ഒരു ഹോമിയോ ആശുപത്രി നമ്മുടെ ഈ പ്രദേശത്ത് അനുവദിച്ചു കിട്ടിയത്. അതിന്റെ തുടക്കത്തിലത് ഒരു വാടക കെട്ടിടത്തിൽ ആരംഭിക്കുകയും ക്രമേണ പഞ്ചായത്തിന്റെ സ്ഥലത്ത് ഒരു കെട്ടിടം പണിത് ആ കെട്ടിടത്തിലേക്ക് ആ ഹോമിയോ ആശുപത്രി മാറ്റി സ്ഥാപിക്കുകയും ഉണ്ടായി. സ്ഥലപരിമിതി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഹോമിയോ ആശുപത്രി എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് അതിന്റെ താഴത്തെ നിലയിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് UDFന്റെ നിലപാട്. പക്ഷേ ഈ വാർഡിലെ മെമ്പർ അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യപ്രകാരം അദ്ദേഹം എന്തൊക്കെയോ വികസനം ഈ നാട്ടിൽ നടപ്പാക്കുന്നു എന്ന് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് ഈ ഹോമിയോ ആശുപത്രി അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം
അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരിൽ ദാനം ചെയ്ത ഒരു 6 സെന്റ് സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മാതാപിതാക്കളുടെ പേരിൽ പഞ്ചായത്തിലേക്ക് സ്ഥലം നൽകിയതിനൊന്നും നമ്മളെതിരല്ല. അതൊക്കെ വളരെ സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. പക്ഷേ ഈ വെങ്ങോല പഞ്ചായത്തിലെ ജാമിയ ജംഗ്ഷൻ മുതൽ നെടുങ്കോട് വരെ ഏതാണ്ട് ഒരു 7 വാർഡിലെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോമിയോ ആശുപത്രി വെട്ടിക്കാട്ടുകുന്ന പ്രദേശത്ത് മാത്രം ഏതാനും ചില ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ആ ഹോമിയോ ആശുപത്രി മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെയാണ് നമ്മളുടെ നിലപാടുകൾ. ഉലക നന്മയുതകുമീ യഥാർത്ഥ രാജ്യനിർമ്മിതി കൈതമുഴങ്ങും UDF പടഹകാഹളം രുധിരരൂക്ഷിതങ്ങളായ സമരപ്രഹസനങ്ങളില്ല ഭദ്രമായ ജീവിതത്തിൻ മഹിത ദർശനം കാലിക പ്രസക്തമായ സഹജ സ്നേഹം കൊണ്ട് നമ്മൾ അതിജയിക്കും കൊലവിളിക്കും ഇടതുപക്ഷ ദംശനം അടിമതാവളങ്ങളാക്കി ജനമനസ്സു വികലമാക്കും അധമപക്ഷ ഫാസിസം തകർത്തെറിയണം. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ഇന്നും ഇന്നലെയുമായി UDF പോഞ്ഞാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന പ്രതിഷേധ പദയാത്രയുടെ 2ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്, ഈ പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MP ജോർജ് അവറുകളാണ്. ഈ സമ്മേളനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ KN സുകുമാരൻ, അറക്കപ്പടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് അരുൺ പോൾ ജേക്കബ്, മുസ്ലിം ലീഗ് നേതാക്കളായ ശ്രീ MM അഷ്റഫ്, ശ്രീ ഹംസ ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. നമ്മുടെ ഈ ജാതിയിൽ അണിചേരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ ഇവിടെ ആവശ്യമായ കോട്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ കോട്ടുകൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് ഈ ജാഥയുടെ ആദ്യാവസാനം ഈ കോട്ടുകൾ ഉപയോഗിച്ച് നടന്നുകൊണ്ട് കേരളത്തിലെ UDFന്റെ ചരിത്രത്തിൽ ആദ്യമായി വെങ്ങോലയിലെ UDF പ്രവർത്തകർ നടത്തുന്ന ഈ മഴക്കോട്ട് അണിഞ്ഞുകൊണ്ടുള്ള ഈ ധർമ്മസമരത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ നേതാക്കന്മാർ കൊട ചൂടി വരാമെന്ന് വിചാരിച്ചാൽ പോലും ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും ഈ കോട്ടുകൾ അണിഞ്ഞുകൊണ്ട് തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമരം ഒരു സാധാരണ സമരമല്ല. വെങ്ങോലയുടെ 952 മുതലുള്ള ജനകീയ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം നാളിതുവരെ നടത്താത്ത ഒരു പ്രത്യേക സമരമാണ്. ഈ സമരത്തിന്റെ ധാർമ്മിക ലക്ഷ്യം 2020 വെങ്ങോല ഗ്രാമപഞ്ചായത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച 1ഉം 2ഉം വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ഈ നാട്ടിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ച 2 ജനപ്രതിനിധികൾക്കെതിരെയുള്ള ധർമ്മസമരമാണ്. കുപ്പികൊണ്ടെറിഞ്ഞ സംഭവം ഉണ്ടായി. ഞങ്ങളുടെ പ്രഗത്ഭരായ ഒട്ടേറെ ആളുകൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള ആളുകളാണ്. ശ്രീ MM അവറാൻ ഉൾപ്പെടെ, ശ്രീ എലിയമ്മ ടീച്ചർ ഉൾപ്പെടെ, ശ്രീ MK കാലിൻ ഉൾപ്പെടെ, ശ്രീ സ്വാതി രജികുമാർ ഉൾപ്പെടെ ഒരുപാട് പേർ ഞങ്ങളുടെ ആളുകൾ ഈ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ആരുടെയും ദേഹത്ത് ഒരു പിടി മണ്ണ് വാരിയുടെ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ ഹമീദിന് നേരെ കുപ്പി കൊണ്ടുവന്നു. നിങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് നേരെ, ഞങ്ങളുടെ പഞ്ചായത്ത് അംഗങ്ങൾക്ക് നേരെ നിങ്ങൾ അസഭ്യവർഷം ചൊരിഞ്ഞു. ഇതൊന്നും ഞങ്ങൾ കണ്ടില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങളുടെ ഈ അപാർഗതയ്ക്കെതിരെയും നിങ്ങളുടെ ദാക്ഷിണ്യക്കാരത്തിനെതിരെ സന്ധിയില്ല സമരമാണ് അടുത്ത 4 മാസം നിങ്ങളിൽ സംജാതമാകുന്നതെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് 2ാം വാർഡ് മെമ്പറിന്റെ വാഗ്ദാന വഞ്ചനകൾക്കെതിരായിട്ട് വെങ്ങോല മണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് പ്രതിഷേധ പദയാത്ര ഇന്ന് 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പദയാത്രയുടെ ഉദ്ദേശലക്ഷ്യത്തെ കുറിച്ച് മുൻ മണ്ഡലം പ്രസിഡന്റ് VH മുഹമ്മദ് വളരെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്.
ഇനി അതിനേക്കാൾ നീണ്ടുപോകുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർക്ക് കേവലം 6 മെമ്പർമാർ മാത്രമേ അവർക്കുള്ളൂ. ഈ 6 മെമ്പർമാരിൽ 3 മെമ്പർമാര് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റിയ ആളുകളാണ്. എന്നാൽ മറ്റു 3 മെമ്പർമാരെ സംബന്ധിച്ച് അവർ ഏത് പ്രസ്ഥാനത്തിലാണെന്ന് അവർക്കും അറിയില്ല, ഈ നാട്ടുകാർക്കും അറിയില്ല. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണോ CPM-ലാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, എന്നാൽ ഈ വലതുപക്ഷം അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമാണ് അല്ല, ഏതായാലും BJP-യുടെ ഭാഗമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും ഇങ്ങനെ ഈ ആണും പെണ്ണും കെട്ട രീതിയിലുള്ള ആളുകളെ കുറിച്ച് നാട്ടിൽ ചില വാക്കുകളൊക്കെ പറയും. ഞാനതിവിടെ ആവർത്തിക്കുന്നില്ല. നമുക്കറിയാം അവരെങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടത്. ഇവിടെ ഈ കോൺഗ്രസ് പ്രവർത്തകരായി കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു പന്തലിച്ച് വലുതായ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ അത് സാധിക്കാതെ വന്നപ്പോൾ എടുത്തു ചാടി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഏത് ചീഞ്ഞതിനെയും പുഴുത്തതിനെയും എല്ലാം പറക്കിയെടുത്ത് കൂട്ടത്തിൽ ചേർത്ത് അവരുടെ കാശും അവരുടെ സമ്പത്തും എല്ലാം കൈക്കലാക്കി അവരെ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമൊക്കെ നാം ഇതിനു മുമ്പെല്ലാം കണ്ടിട്ടുണ്ട്. അത് പഞ്ചായത്ത് തലത്തിലായാലും അസംബ്ലി തലത്തിലായാലും പാർലമെന്റ് തലത്തിലായാലും നമുക്കെല്ലാം അറിയാം. അത് ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ്, അവസാനത്തെ ഒരു ഉദാഹരണമാണ് വെങ്ങോല പഞ്ചായത്ത് 2ാം വാർഡിലെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇവിടെ ഒരു കുത്തക മുതലാളിയുണ്ട്. ഈ മുതലാളി അദ്ദേഹത്തിന്റെ എല്ലാ കള്ളപ്പണവും വിനിയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി അദ്ദേഹം കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി ഒരുപാട് ആശുപത്രികൾ നടത്തി. സമ്പത്തുണ്ട്. ആ സമ്പത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സുഗമമായിട്ട് ഉപയോഗിക്കാം. ലക്ഷങ്ങൾ പാർട്ടിക്ക് സംഭാവനയായിട്ട് അദ്ദേഹം കൊടുത്തു. മാത്രവുമല്ല, ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു നയ പൈസ ചെലവാക്കേണ്ട ആവശ്യവും ഉണ്ടായില്ല. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ വെങ്ങോല പഞ്ചായത്തിൽ ഒരുപാട് വികസനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹം ആ വാഗ്ദാനങ്ങൾക്ക് നൽകി. നമുക്കറിയാം, വാഗ്ദാനങ്ങളെല്ലാം ജലരേഖകളായിരുന്നു എന്ന് ഈ കാലം തെളിയിപ്പിച്ചു. 4.25 വർഷമായിട്ടും അദ്ദേഹം പറഞ്ഞ ഒരു വാഗ്ദാനവും അദ്ദേഹം നൽകിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്റെ മാതാപിതാക്കളുടെ പേരിൽ ഒരു സ്ഥാപന പഞ്ചായത്തിന് വേണ്ടിയിട്ട് നടത്തണമെന്നാണ് ആഗ്രഹം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അതേക്കുറിച്ച് ആലോചിക്കാനുള്ള പഞ്ചായത്ത് ഭരണസമിതി കമ്മിറ്റി കൂടി. പക്ഷേ ആ കമ്മിറ്റിയിലൊന്നും അദ്ദേഹം ഈ പറയുന്ന ആഗ്രഹങ്ങൾ അവിടെ കമ്മിറ്റി അംഗീകരിച്ചിട്ടില്ല. കാരണം നിലവിൽ പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോമിയോപ്പതി ആശുപത്രി, അത് മെയിൻ റോഡ് സൈഡിൽ പ്രവർത്തിക്കുന്ന അനേക ആയിരങ്ങൾക്ക് ആവശ്യമുള്ള ആ ആശുപത്രി ഈ ഭാഗത്ത് നിന്ന് 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ട് മാറ്റി സ്ഥാപിക്കേണ്ട ആവശ്യമില്ല എന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തതാണ്. പക്ഷേ ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ മിനിസ്റ്റിൽ ഈ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന്റെ സ്ഥലം ഏറ്റെടുക്കത്തക്ക രീതിയിലുള്ള തീരുമാനം ഉണ്ടായി എന്ന് കള്ള മിനിച്ച് രേഖപ്പെടുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന് കൂട്ടുനിൽക്കാൻ തയ്യാറാകാത്ത ആ ഉദ്യോഗസ്ഥയെ ഈ പറയുന്ന 2ാം വാർഡിലെ മെമ്പർ കയ്യേറ്റം ചെയ്തതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അവരെ പീഡിപ്പിച്ചു. അത് മാത്രമല്ല, ഇനി അത് പിന്നെയും ആവട്ടെ, ആ പീഡിപ്പിച്ച് നമ്മളത് ഭരണസമിതി അത് ഗൗരവമായിട്ട് എടുത്തു മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഇവിടുത്തെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥന്മാര് ഏതോ ഒരു പീഡ ഉദ്യോഗസ്ഥൻ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് PPL നിന്ന് ഭീഷണിപ്പെടുത്താൻ ചെന്നു. ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന്. ഈ പഞ്ചായത്തിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അവൻ പറയുന്നത്, ഞാൻ ഉദ്യോഗസ്ഥനും നിലയിലല്ല, ഞാൻ ഇവിടുത്തെ CPM-ന്റെ പാർട്ടിയുടെ നേതാവ് നിലയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ എതിർത്തത്. ഇത് മാത്രവുമല്ല, ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവം ഞാൻ കൂടെ കുറച്ച് നാളായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർമാരെ കമ്മിറ്റി കൂടിയാൽ പഞ്ചായത്ത് മെമ്പർമാരെ, പ്രത്യേകിച്ച് വനിതാ മെമ്പർമാരെ ഇദ്ദേഹം ആക്രോശിക്കുന്നു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പലതും സംഭവിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ കയ്യേറ്റ ശ്രമമുണ്ടായി. പക്ഷെ ഏതായാലും നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അപ്പം തന്നെ പ്രതികരിച്ചു. ചെരുപ്പൂരി അദ്ദേഹത്തെ കരണക്കുറ്റി അടിക്കാൻ ചെന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അടിച്ചോ എന്ന് എനിക്കറിയില്ല, കമ്മിറ്റിക്കാർ പറഞ്ഞില്ല, എനിക്കറിയാൻ പറ്റുള്ളൂ. ഏതായാലും അതുപോലെ
പ്രതികരിച്ചുകൊണ്ട് പിന്നെ ഏതായാലും മലമറിച്ചി മെമ്പർമാരുടെ നേരെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യേറ്റം അതായത് അവസാനിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക തകരാറുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ട സമയം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് മനോനിലയ്ക്കുന്ന തകരാറുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ നേരെ പഞ്ചായത്ത് സഹപ്രവർത്തകരുടെ നേരെയൊക്കെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് നല്ലതാണ്. ഇദ്ദേഹത്തിന്റെ വികസനം ആശുപത്രി കാര്യങ്ങളിലാണ് ഇപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, ഏതായാലും പഞ്ചായത്ത് ഘട്ടത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ആ ഹോമിയോപ്പതി ആശുപത്രി അവിടെ തന്നെ നിൽക്കട്ടെ. ഇനി അങ്ങയുടെ പിന്നെ മാതാപിതാക്കളുടെ പേരിലുള്ള ആശുപത്രി വേണമെങ്കിൽ അങ്ങ് അവിടെ ഒരു മാനസിക ആശുപത്രി സ്ഥാപിക്കുക, അത് അങ്ങനെയൊക്കെ പ്രയോജനപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത്തരം ഭീഷണി കൊണ്ടൊന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയോ എടുത്ത് യാത്രകളെയോ ഭീഷണിപ്പെടുത്താനുള്ള അങ്ങ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്തിക്കൊള്ളാം. ഇനി ഇത് ആവർത്തിച്ച ഒരുപക്ഷെ അങ്ങ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങൾ ഗാന്ധിയന്മാരാണ്, മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷേ വെട്ടാൻ വരുന്ന പോക്കറിന്റെ ചെവിയിൽ വേഗം പോകരുത് എന്ന് മഹാത്മാഗാന്ധി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മനോനില തകരാറിലായ അദ്ദേഹം ഇനി ഇതുപോലുള്ള ആക്രമണമായിട്ട് വന്നാൽ ഞങ്ങൾ അത് കയ്യും കെട്ടി നിൽക്കില്ല എന്ന് മാത്രം സാന്ദർഭമായി നന്മയുതകുമീ യഥാർത്ഥ രാജനിർമ്മിതി കൈതമുഴങ്ങും UDF പടഹകാഹളം രുധിരരൂക്ഷിതങ്ങളായ സമരപ്രഹസനങ്ങളിൽ 1-2 വാർഡ് മെമ്പർമാരുടെ വാഗ്ദാന ലംഘനത്തിനെതിരെ UDF പോനാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഐതിഹാസികമായ പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ പ്രതിഷേധത്തിന്റെ സമര കാഹളം മുഴക്കിക്കൊണ്ട് കടന്നുവരുന്നത്. ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും സ്വപ്നമോഹന വാഗ്ദാനങ്ങൾ നൽകി സാധാരണക്കാരായ വോട്ടർമാരെ വഞ്ചിച്ചവരെ നിങ്ങൾക്ക് മാപ്പില്ല. ഒരിക്കലും നടക്കാത്ത 1000 പൊള്ളയായ സ്വപ്നങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി 1-2 വാർഡുകളെ വികസനത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിച്ചവരെ നിങ്ങളോട് സന്ധിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വഞ്ചനക്കെതിരെ മുഷ്ടിച്ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് UDFന്റെ കർമ്മധീര ഭടന്മാർ ഇതാ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, 1-2 വാർഡ് മെമ്പർമാരുടെ വാഗ്ദാന ലംഘനത്തിനെതിരെ UDF പോനാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പദയാത്രയാണ് ഈ നാടിന്റെ ചരിത്രത്താളുകളിൽ സമര കാഹളം മുഴക്കി കടന്നു വരുന്നത്. ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും 2020 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2-ാം വാർഡ് വെട്ടിക്കാട്ടുകുന്നിൽ നിന്നും LDF സ്ഥാനാർത്ഥി മത്സരിച്ചത് നിരവധി പൊള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു. കായിക പഠന ക്യാമ്പും സൗജന്യ ഡയാലിസിസ് സെന്ററും പാലിയേറ്റീവ് കെയർ ആൻഡ് ഫിസിയോതെറാപ്പി യൂണിറ്റും കുടുംബശ്രീ തൊഴിലുറപ്പ് കേന്ദ്രവും കുടുംബശ്രീയിലൂടെ വരുമാനവും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീടും മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതികളും തരിശുഭൂമിയിൽ കൃഷിയിറക്കലും വാർഡിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കലും പലിശരഹിത ബാങ്കും ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും വാർഡിലെ മുഴുവൻ റോഡുകൾ നവീകരിക്കലും കലുങ്കുപാലത്തിന്റെ നിർമ്മാണവും ജനസേവന കേന്ദ്രവും സാംസ്കാരിക കേന്ദ്രവും അങ്കണവാടി നിർമ്മാണവും ഹെൽത്ത് സെന്ററും യുവജനങ്ങൾക്കുള്ള വിനോദ കേന്ദ്രവും അങ്ങനെ ബാക്കിയെല്ലാം നടപ്പാക്കാമെന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി സാധാരണക്കാരുടെ വോട്ട് വാങ്ങി വഞ്ചിച്ച് ഈ കഴിഞ്ഞ കാലയളവിൽ നാടിനെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിച്ച ജനവഞ്ചകരോട് ഒരിക്കലും സന്ധിയാവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് UDF പോനാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പദയാത്രയിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ. ജീവജാതികൾക്കും സഫല ജീവിതം തരാൻ സമരസപ്പെടാൻ വിളിക്കും നിങ്ങളെ. സമരമല്ല സമത സൗഹൃദങ്ങളേറ്റു വളരുവാൻ സമയമായി വന്നനുഗമിക്കും. 1-2 വാർഡുകളെ വികസനത്തിന്റെയും പരാജയത്തിന്റെയും പടുകുഴിയിലേക്ക് എത്തിച്ച LDF മെമ്പർമാർക്കെതിരെ ശക്തമായ ജനരോഷം മുഴക്കിക്കൊണ്ട് UDF പോനാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ കടന്നു വരുന്നത്. അധികാരങ്ങളും ആനുകൂല്യങ്ങളും സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും വെച്ചു നീട്ടി പാവപ്പെട്ടവന്റെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന ഈ ജനവഞ്ചകർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് UDFന്റെ കർമ്മധീര ഭടന്മാർ ഇതുവഴി കടന്നു വരികയാണ്. രാജനിർമ്മിതി കൈതമുഴങ്ങും UDF
അപ്രസക്തമായ സഹജ സ്നേഹം കൊണ്ട് നമ്മൾ അതിജയിക്കും. കൊലവിളിക്കും ഇടതുപക്ഷ ദംശനം അടിമതാവളങ്ങളാക്കി ജനമനസ്സു വികലമാക്കും. അധമപക്ഷ ഫാസിസം തകർത്തെറിയണം. കമ്മിറ്റി അലങ്കോലപ്പെടുത്തലും കമ്മിറ്റിയിൽ ഭീഷണിപ്പെടുത്തലും ഒക്കെ വെങ്ങോലക്കാർ ഒരുപാട് കണ്ടതാണ്. ഈ ഭീഷണി കൊണ്ടും ഈ അലങ്കോലപ്പെടുത്തിയത് കൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒരുപാട് വീടുകളിൽ പഞ്ചായത്ത് പ്രസിഡന്റാകാൻ വേണ്ടി ശ്രമം നടത്തിയല്ലോ. ഈ വെങ്ങോലയിൽ 4.25 കൊല്ലക്കാലം നിങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റാകാൻ കഴിഞ്ഞോ? ഇനി നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് UDF വെങ്ങോലയിൽ ഞാൻ ദീർഘത്തിൽ സംസാരിക്കുന്നില്ല. വെങ്ങോലയിൽ അവസാന UDF-കാരൻ ജീവിച്ചിരിക്കുന്നത് വരെ ഈ ഹോസ്പിറ്റൽ നിങ്ങൾ അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ പോലും ഈ കെഞ്ചിയില് പരമോന്നത നീതിപീഠത്തിൽ പോയിട്ടാണെങ്കിലും ഞങ്ങൾ ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ഇട്ടുകൊടുക്കും. ഡിവിഷൻ ബെഞ്ചിൽ ഇട്ടുകൊടുത്തിട്ടാണെങ്കിൽ പോലും ഈ ആശുപത്രി അങ്ങോട്ട് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ധീരമായി സമരം ചെയ്യുമെന്ന് ബഹുമാനിയ സുഹൃത്തിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. ഞങ്ങളുടെ മെമ്പർമാരെ, വനിതാ മെമ്പർമാരെ നിങ്ങൾ അപമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പ്രസ്ഥാനവും പഠിപ്പിച്ച മാന്യത കൊണ്ടും ഞങ്ങളുടെ ആത്മസംയമനം കൊണ്ടും നിങ്ങൾക്കെതിരെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തില്ല. പഞ്ചായത്തിൽ മാപ്പ് പറയൽ, വനിതാ മെമ്പർമാരെ ചീത്ത പറഞ്ഞ് മാപ്പ് പറയല് നിങ്ങളുടെ നിത്യ സംഭവമാണ്. നാളെ നിങ്ങൾ ഹിയറിംഗിൽ കൂടി വിധേയമാകുന്നുണ്ട്. തണ്ടേക്കാട്ടുകാർ അറിയട്ടെ, നിങ്ങൾ കൊടുത്ത 15 വാഗ്ദാനങ്ങളുണ്ടല്ലോ, ഒരു വാഗ്ദാനമെങ്കിലും നിങ്ങൾക്ക് ഈ തണ്ടേക്കാട്ടിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങളെ വെല്ലുവിളിച്ച് പറയുന്നു, ഇനി നിങ്ങൾക്ക് 4 മാസം കൊണ്ട് ഒന്നും തണ്ടേക്കാട്ടിൽ 2ാം വാർഡിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ നാണയിട്ട് പറയുന്നു, വെല്ലുവിളിക്കുന്നു. ഈ സന്ദർഭത്തിൽ 2 ദിവസമായി നടന്ന 1ാം വാർഡിലും 2ാം വാർഡിലും 3ാം വാർഡിലും 4ാം വാർഡിലെയും പ്രവർത്തകർ പങ്കെടുത്ത ഈ പദയാത്രയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ചേർന്നുകൊണ്ട് 2ാം വാർഡ് മെമ്പറെ കുറിച്ച് വ്യക്തിപരമായി ഒരു അപവാദവും ഞാൻ പറയുന്നില്ല. അദ്ദേഹം താൻ വിശ്വസിച്ച പാർട്ടിയെ തള്ളിപ്പറഞ്ഞ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞ് കേവലം ഒരു പഞ്ചായത്ത് മെമ്പറാകണമെന്ന ആഗ്രഹത്തോടു കൂടി തനിക്ക് വിശ്വാസമില്ലാത്ത ഒരു പാർട്ടിയിൽ ചേർന്ന് ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ വീട് വീടാന്തരം കയറി ഇറങ്ങി കരഞ്ഞ് കാലയിൽ പിടിച്ച് അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പറായി വന്ന വ്യക്തിയാണ്. ഒരു ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന വ്യക്തി ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പഞ്ചായത്ത് മെമ്പറായാലും MP ആയാലും MLA ആയാലും ഒക്കെ പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. തൻ്റെ നാട്ടിൽ വികസനങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് തനിക്ക് ഇഷ്ടം പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കാതെ തൻ്റെ ഇഷ്ടത്തിന് പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കുക എന്നുള്ളതല്ല ഉത്തരവാദിത്തം. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം 4.5 വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏതെങ്കിലും ഒരു കാര്യം നടന്നോ? ഇവിടെ കായിക പഠന ക്യാമ്പ് നടന്നോ? നടന്നു. എറണാകുളത്ത് നടന്നു. സൗജന്യ ഡയാലിസിസ് സെന്റർ നടന്നോ? നടന്നു. പെരുമ്പാവൂർ ആശുപത്രിയിൽ നടന്നു. പാലിയേറ്റീവ് കെയർ ആൻഡ് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ടായോ? പീസ് വാലിയിൽ ഉണ്ടായി. കുടുംബശ്രീ തൊഴിലുറപ്പ് കേന്ദ്രം എവിടെയുണ്ടായത്? ആലപ്പുഴയിലുണ്ടായി. കുടുംബശ്രീയിലൂടെ വരുമാനം അത് അവരോട് ചോദിക്കാം. വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് അതുണ്ടായി. അത് എവിടെ ഉണ്ടായി എന്നല്ല, ആർക്കുണ്ടായി? മെമ്പർ ഉണ്ടായി കൊടുത്തിട്ടില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതികൾ ആരാണ് മാലിന്യം എന്ന് എനിക്കറിയില്ല. ഏതായാലും പദ്ധതി ഉണ്ടായോ എന്നും എനിക്കറിയില്ല. തരിശു ഭൂമിയിൽ കൃഷി ഇറക്കും. ഇറക്കിയോ? നടന്നിട്ടില്ല. നടക്കാൻ സാധ്യതയുമില്ല. വാർഡിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കും. കുറെ സംരക്ഷിച്ചിട്ടുണ്ട്. ജലസ്രോതസ്സുകൾ ഉണ്ടായിരിക്കാം. പലിശരഹിത ബാങ്ക്
തരിശുഭൂമിയിലേക്ക് ഹോമിയോ കൊണ്ടുവന്നു പറഞ്ഞു. ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം അത് എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ എല്ലായിടത്തും അദ്ദേഹം കൊണ്ടുവന്നു. വാർഡിലെ മുഴുവൻ റോഡും നവീകരിച്ചു. കലുങ്ക് പാലം എന്നിവയുടെ നിർമ്മാണം നടത്തിയോ? തീരുന്നില്ലോ. ജനസേവന കേന്ദ്രം, ജനസേവനമാണ് കാണുന്നത്. കാരണം ആളുകൾക്ക് ഇഷ്ടത്തിന് പെട്ടെന്ന് വരാവുന്ന ഹോമിയോ ആശുപത്രി തന്റെ വീടിനടുത്തേക്ക് കൊണ്ടാക്കുന്ന സേവനം ഈ നാട്ടിൽ കാണാനില്ല. സാംസ്കാരിക കേന്ദ്രം അതെവിടെയാണ്? പിന്നെ അംഗനവാടി നിർമ്മാണം ഉണ്ടാക്കിയോ? ഹെൽത്ത് സബ് സെന്റർ, യുവജനങ്ങൾക്ക് വിനോദ കേന്ദ്രം. ബ്രാക്കറ്റിൽ എന്തുകൊണ്ടോ വിമാനത്താവളം റെയിൽവേ സ്റ്റേഷനിൽ ഒഴികെ ആര് പറഞ്ഞു ചെയ്തില്ലാന്ന്? നെടുമ്പാശ്ശേരിയിൽ പുതിയ ടെർമിനൽ സ്ഥാപിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നവീകരിക്കാൻ പോവുകയാണ്. ആരോടാ ഈ കാര്യങ്ങളൊക്കെ പറയുക? ഇവിടെ എനിക്ക് അതിശയം തോന്നിപ്പോയി. ഈ തന്നേക്കാട് ഈ ടൗണിൽ കാലാകാലങ്ങളായി ഉണ്ടായിട്ടുള്ള ഹോമിയോ ആശുപത്രി ജനങ്ങൾക്ക് വരാനും പോകാനും ഒക്കെ താല്പര്യത്തോടു കൂടി ഉപയോഗിക്കുന്ന ആശുപത്രി ബോധമുള്ള ആരെങ്കിലും തനിക്ക് ഇഷ്ടമുള്ള മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമോ? അപ്പൊ എന്താണ് ഈ പഞ്ചായത്ത് മെമ്പറുടെ ലക്ഷ്യം? എന്താണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഇദ്ദേഹം എന്നോട് നന്നായി പെരുമാറും. ഞാൻ പോകുമ്പോൾ എന്നെ കുറിച്ച് തെറി. പഞ്ചായത്ത് കമ്മിറ്റിയിൽ തെറിയാണ്, MLA-ക്കാണ് തെറി, ജീവിതത്തിലൊക്കെ. ഒരുപക്ഷെ ചില ആളുകൾക്ക് പഞ്ചായത്ത് മെമ്പറോ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചിന്തകളുണ്ടാകും. ആ ചിന്തകളിൽ തനിക്ക് തോന്നുന്നത് മാത്രമാണ് ശരി എന്നുള്ള ചിന്തയുണ്ട്. ആ ചിന്തയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെയും മാതാവിന്റെയും നാമധേയത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് നമുക്കാർക്കും എതിർപ്പില്ല. അവരെല്ലാം ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവരുടെ നാമധേയത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നല്ലതായിരിക്കണം, സതുദ്ദേശപരമായിരിക്കണം. ഒരു പഞ്ചായത്തിന്റെ കമ്മിറ്റിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അറിയാതെ രഹസ്യമായിട്ട് ഒരു പദ്ധതി എഴുതി ചേർക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റല്ലേ? മിനിറ്റ്സ് പലപ്പോഴും വീക്ക്നെസ് ആണ്. അവർ തട്ടിപ്പറിച്ച് കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്ത് ഭരണസമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധിയും അറിയാതെ രഹസ്യമായി എഴുതി ചേർക്കുന്ന ചെപ്പടി വിദ്യ ഈ 21ാം നൂറ്റാണ്ടിന്റെ 2025 ജൂബിലി വർഷം ഈ കാലഘട്ടത്തിലും അദ്ദേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി വികസനമായി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ടുവന്നില്ലേ? ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ക്രിമറ്റോറിയം, വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്രിമറ്റോറിയം കൊണ്ടുവന്നത് ഐക്യ ജനാധിപത്യ മുന്നണി UDF കോൺഗ്രസ് ഭരണസമിതിയല്ലേ? അത് മാത്രമാണോ? ബഡ് സ്കൂൾ അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ വികസന രംഗത്തൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച കളക്ടർ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, എന്റെ പൊന്നമ്മല്ലേ, ഞാൻ അവിടെ ഒരു പരിപാടിക്ക് വന്നു, ഒരു മനുഷ്യൻ എന്നെ അവിടെ ചാടി വീണു, ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കളക്ടർ ചോദിച്ചതാ. ഞാൻ നുണ പറയുന്നതല്ല, ഞാൻ പറയുന്നുണ്ടല്ലോ ഇവിടെ. അദ്ദേഹം ആരാ, എന്താണ്? അദ്ദേഹം പറഞ്ഞു, ബഡ് സ്കൂളിലെ പരിപാടി. ബഡ് സ്കൂളിലെ കുട്ടികളെ പറ്റി നമുക്ക് അറിയാലോ, പാവപ്പെട്ട കുട്ടികളാണ്, ഭിന്നശേഷിക്കാരാണ്. അവർ രാവിലെ വന്ന പരിപാടി കഴിഞ്ഞിട്ട് പോകും, അവിടെ ഇരിക്കും, മൂന്നോടിയും കൊണ്ടുപോണ്ടി വരും, ഭക്ഷണം കൊടുക്കേണ്ടി വരും, കലാപരിപാടികൾ ഉണ്ടാവും. കളക്ടറോട് ചോദിക്കുകയാണ്, ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. കളക്ടർ ചോദിച്ചു, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞോ? കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണ്ടേ? നമ്മളൊക്കെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരുമല്ലേ? എല്ലാ പരിപാടികളും കൃത്യസമയത്താണ് ഓടുക? അല്ല, 6 മണി എന്ന് പറഞ്ഞ് ഞാൻ 6 മണിക്ക് വന്നു ഇവിടെ. ചിലപ്പോൾ താമസിച്ചു പോകും. പക്ഷെ മര്യാദയില്ലാതെ ജില്ലാ കളക്ടർ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മര്യാദകേട് നടത്തിയിട്ടുള്ള ഇടതുപക്ഷ അംഗങ്ങൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ഇലക്ഷനാണ്. ഒരു സംശയവും വേണ്ട. അടുത്ത തവണ
ഡിസംബറിൽ വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ലീഡോടുകൂടി ഈ പഞ്ചായത്ത് ഭരിക്കും, ഒരു സംശയം വേണ്ട. ഇനി വേറെ വല്ല പാർട്ടിയിലേക്കും ചേരാൻ പറ്റുമോ നോക്ക്, വേറെ ഏത് വാർഡിലേക്കും പോയി മത്സരിക്കാൻ പറ്റുമോ നോക്കുക. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പുതിയ പാർട്ടികളൊക്കെ വരുന്നല്ലോ, 2020 നോക്കാം. പക്ഷെ 2020 പോയ വഴികളിൽ പുല്ല് മുളച്ചിട്ടില്ല, ഇനി മുളയ്ക്കാൻ പോകുന്നില്ല. ആ പാർട്ടി തീരാൻ പോവുകയാണ്. ഞാൻ ഗ്രാമയാത്രയുമായി ബന്ധപ്പെട്ട് 2020യുടെ 8 വാർഡുകളിൽ പോയി. ദുരിതമാണ്, ദുരിതം. അമ്മമാര് പറഞ്ഞു, ഒരു വോട്ട് ചെയ്തു പോയി മോനെ, കട്ടം തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അവർ ഈ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. MP-യും MLA-യും വന്ന് സ്റ്റേജിലിരുന്നാൽ സ്റ്റേജിലിരിക്കില്ല. അവർക്ക് മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. ആ സമയത്ത് ഇരിക്കാൻ പറ്റത്തില്ല, എണീറ്റ് പോകും. മര്യാദയില്ലാത്ത ജാതികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, മര്യാദയില്ലാത്ത മനുഷ്യർ ഉണ്ടെങ്കിൽ കേരളത്തിൽ 2020യുടെ മെമ്പർമാരാണ് അതിൽ ഉദാഹരണം എന്ന് പറയാൻ കൂടി ഞാൻ സൂചിപ്പിക്കുക. ആരാണ് ജനപ്രതിനിധി? ഞാൻ 2020യുടെ മെമ്പർമാർ ജയിച്ചു വന്ന ആളുകൾ അവമാനിക്കുമോ? അവരോ യോഗത്തിൽ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ CPM-ന്റെ ഈ പറഞ്ഞ മെമ്പർ പോലും വന്നാൽ ഞാൻ ബഹുമാനിക്കല്ലേ ഉള്ളൂ, അടുത്തിരുത്തല്ലേ ഉള്ളൂ. ഉള്ളിൽ പലതും കാണും, പുറമെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? പഞ്ചായത്ത് കമ്മിറ്റിയിൽ MLA വന്നാൽ, യോഗത്തിൽ MLA വന്നാൽ, MP വന്നാൽ ഇവർ ഓടുകയാണ്, കണ്ട വഴി ഓടുകയാണ്. എന്താണ് പ്രശ്നം? ഇത്തരം പ്രശ്നമുള്ള ആളുകളെ 4-5 മാസം കൂടി കഴിയുമ്പോൾ കൈകാര്യം ചെയ്ത് വീട്ടിലിരുത്താനുള്ള പദ്ധതി കൂടി ഐക്യ ജനാധിപത്യ മുന്നണി ആവിഷ്കരിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുക. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതിൽ കൂടുതലൊന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കില്ല. കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ 4ാം വർഷം, 2ാം ഗവൺമെന്റ് 4ാം വർഷം എത്തിയല്ലോ. നിലമ്പൂരിൽ ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചു, നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിച്ചു. 2026-ൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, 100-ലധികം സീറ്റുകളുമായി ഐക്യ ജനാധിപത്യ മുന്നണി 2026-ൽ കേരളം ഭരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട മെമ്പറെ ഒരു ക്ഷമയൊക്കെ പറഞ്ഞ് തെറ്റി തിരുത്തി വന്ന നമ്മുടെ താക്കോൽ നമ്മുടെ വീടിന് പാലടിച്ചിട്ടുണ്ടെങ്കിലും ചെറിയ താക്കോലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റൊക്കെ തിരുത്തി വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്കാണെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ട് അല്പം ബോധമുണ്ടായി നിങ്ങൾ പോയി പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനം മാറ്റിച്ച് കമ്മിറ്റി മുമ്പാകെ പറഞ്ഞ് ആ ഭൂമി ആശുപത്രി അവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഒരു കാര്യത്തില് ഇവിടെയുള്ള അന്തംഗമ്മികളായിട്ടുള്ള CPM-ന്റെയും DY-യുടെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അല്പമെങ്കിലും തണ്ടേക്കാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെട്ടിക്കാട്ട് കുന്നുമായി ബന്ധപ്പെട്ട് MH കവലയുമായി ബന്ധപ്പെട്ട് 1000-ൽ ഒരു അംശമെങ്കിലും ഈ ജനങ്ങളോട് ഒരു ബാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ മനുഷ്യത്വം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഈ PS ഉമ്മർ എന്ന് പറയുന്നവന്റെ അനിയനല്ലേ ഈ ഹോമിയോ ഹോസ്പിറ്റലിന്റെ താഴെ നിലകൊള്ളുന്നത് 30 വർഷമായി. നല്ല ഭംഗിയായ രീതിയിൽ ആ ഹോമിയോ ഹോസ്പിറ്റലിൽ താഴേക്കിടയിലേക്ക് ഇറക്കി അവിടെ ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള സാഹചര്യം ഞാൻ നടക്കുന്ന UDF-ന്റെ ഭരണസമിതി 2015 മുതൽ 2020 കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പോലും അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവിടുത്തെ CPM-ന് സാധിച്ചിട്ടില്ല. നിങ്ങളുടെ എല്ലാം ആ ആദർശങ്ങളെല്ലാം അടിയറവ് വച്ച് ഇങ്ങനെ എക്കാലവും അടിമകളായി ജീവിക്കുവാൻ വേണ്ടിയാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കോവിഡിന് ശേഷം ചുരുങ്ങിയ കാലവും മാത്രമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതമുള്ളത്. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യങ്ങളെല്ലാം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഏത് കാലഘട്ടത്തിലാണ് മനുഷ്യരാവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാൻ സാധിക്കുന്നത്. ഇവിടെ 3-ാം വാർഡില് മെമ്പറായിരിക്കുന്ന സമയത്ത് 42ഓളം വരുന്ന റോഡുകളും ഇവിടെ തോടുകൾ, മിനിമാസ്റ്റ് ലൈറ്റുകൾ, ഇന്ന് ഈ കത്തുന്നതായിട്ടുള്ള ഹൈമാസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. വെങ്ങോല പഞ്ചായത്തിൽ ആകെ 3 ഹൈമാസ്റ്റ് ലൈറ്റിൽ ഒരു ലൈറ്റ് കിട്ടിയത് തണ്ടേക്കാടാണ്. അങ്ങനെ വികസനത്തിന്റെ ഒരു തേരോട്ടം എന്ന് നടത്തി കഴിഞ്ഞപ്പോൾ ഇത് കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട് എനിക്കും ഇത് സാധിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് കയറിയെങ്കിലും 15ഓളം വരുന്ന നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ, ഡയാലിസിസ് സെന്റർ എന്ന് പറയുമ്പോൾ
എന്ത് വിവരമുണ്ട് ഇവരൊക്കെല്ലാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങ് പീസ് വാലിയിലും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ട് പൊയിനോണിയിൽ സാംസ്കാരിക നിലയം, പലിശരഹിത ബാങ്ക്, അന്നും ഞാൻ പറഞ്ഞതാണ് ഇതൊന്നും നടപ്പിലാകാൻ പോകുന്നതല്ല. അതിന്റെ പേരിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും, നാളെയുടെ നാളുകളിൽ നിങ്ങൾ തിരിച്ചറിയും എന്ന് പറഞ്ഞത് കാലം തെളിയിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ നടന്നതായിട്ടുള്ള പ്രതിഷേധ ധർണ. നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ മൈക്കെടുത്ത് പറഞ്ഞാൽ അതിനേക്കാൾ ഉച്ചത്തിൽ ഇന്ന് ഞങ്ങൾക്ക് പറയാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ധർമ്മധീരരായ പ്രവർത്തകർ ഈ നാട്ടിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടെന്നാണ് ഈ നാട്ടിലെ ഇടതുപക്ഷത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എത്ര മുക്താറിനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും, ആരോപിക്കാൻ ശ്രമിച്ചാലും, ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാലും, ഇനിയുള്ള കാലത്തോളം അദ്ദേഹത്തിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ അദ്ദേഹത്തിനെ കാത്തു സംരക്ഷിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിജ്ഞാബദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ് ഈ പദയാത്രയിലൂടെ ഞങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ പദയാത്ര ഒരു ഐതിഹാസികപരമായ പദയാത്രയാണ്. ഇതിന് ശുഭകരമായ ഒരു പര്യവസാനം ഉണ്ടാകും. അത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾക്ക് ഇന്ന് 2ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പർക്ക് മറ്റു വാർഡുകളിലൊക്കെ മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം വലിയ രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു തവണ അദ്ദേഹത്തിന് കള്ളപ്രചരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ നോട്ട് കെട്ടുകളുടെ പിൻബലം കൊണ്ടും ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ സമ്മതിദാന അവകാശത്തെ പർച്ചേസ് ചെയ്യാൻ, വിലക്ക് മേടിക്കാൻ താൽക്കാലികമായി നിങ്ങൾക്ക് സാധിച്ചുവെങ്കിലും അത് നിശ്ചയമായും അദ്ദേഹം താൽക്കാലികമായ വിജയം മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ. അന്തിമ വിജയം ശൈലിയുടെയും നീതിയുടെയും നന്മയുടെയും പക്ഷത്തായിരിക്കും. അത് ഞങ്ങളുടെ